ബി.ജി. വിഷ്ണു നോക്കൂ, ഇപ്പോൾ കെ.ടി. കുഞ്ഞിക്കണ്ണൻ പറയുന്നത് പോലെ തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജനങ്ങൾക്കിടയിലേക്ക് അയോധ്യ ചുറ്റിപ്പറ്റിയുള്ള 13 ക്ഷേത്രങ്ങളും മുൻനിർത്തി ഇതൊക്കെ എങ്ങനെ തുടച്ചു നിൽക്കാനാകുമെന്നാണ് കരുതുന്നത് വിഷ്ണു? ഇപ്പൊ എന്താണ് പ്രശ്നം? അയോധ്യ CPM എന്താണ് ഇത്ര തലവേദനയായി മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്തെ 500 വർഷത്തിൻ്റെ ചരിത്രത്തിൽ അവിടുത്തെ ക്ഷേത്രം തച്ചു തകർത്തപ്പോൾ അന്ന് മുതലുണ്ടായിരുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് വിശ്വാസികളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായിരുന്നു അയോധ്യയിലെ ക്ഷേത്രം. അത് ഈ രാജ്യത്ത് ഞങ്ങൾ 1980 കാലഘട്ടം മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങളോട് അസംഘടിതമായി പറഞ്ഞു, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ അയോധ്യയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ ക്ഷേത്രം അവിടെ പുനർനിർമ്മിക്കാനായ എല്ലാ നടപടികൾക്കും ഞങ്ങൾ സാധ്യമാകും. സുപ്രീം കോടതി വിധിയിലൂടെ അയോധ്യ ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി എന്നുള്ളത് ശരി തന്നെയാണ്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. CPM അയോധ്യ എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്രയും അസ്വസ്ഥരാകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അയോധ്യയിലേക്ക് ഇഷ്ടമുള്ളവർ പോകട്ടെ, നിങ്ങൾ അവിശ്വാസികൾ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പറയുന്നു അവിടെ താന്ത്രിക വിദ്യാപ്രകാരമല്ല, ധർമ്മസങ്കല്പം അനുസരിച്ചല്ല പ്രതിഷ്ഠയെ കടത്തിയിരിക്കുന്നത് എന്ന് മുതലാണ് CPM ഇത്രയുള്ള തന്ത്രവിദ്യയിലേക്ക് വിശ്വസിക്കുന്നത്. വിഷ്ണു കോൺട്രഡിക്ഷൻ ഉള്ളത് നിങ്ങൾ തന്നെ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട്, വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അനുസരിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തെ മുറുകെ പിടിക്കണം. അവിടെ ആചാര ലംഘനം നടന്നു എന്ന് പറയുന്നത് CPM-കാരല്ല, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആദ്യഘട്ടത്തിൽ അത് പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നാണ്, കേട്ടു തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം. 2, അയോധ്യ BJP-യുടെ പ്രകടന പത്രികയിലുള്ള കാര്യമായിരുന്നു. BJP മോദി സർക്കാർ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അയോധ്യയിൽ ഊന്നിയുള്ള BJP-യുടെ രാഷ്ട്രീയമുണ്ടല്ലോ, വിശ്വാസികൾ പോകട്ടെ അല്ലാത്തവർ പോകണ്ട. ഇപ്പോൾ നോക്കൂ, BJP ഭരിക്കുന്ന സർക്കാരുകൾ മന്ത്രിസഭയെ ഒന്നാകെ അവിടേക്ക് എത്തിക്കാൻ, അയോധ്യയിലേക്ക് പോകേണ്ട ജനങ്ങൾക്ക് ഫ്രീ ആയി അവിടേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നു. ഒരു സർക്കാരിന്റെ ജോലി ഇതാണോ വിഷ്ണു? ഇവിടുത്തെ കോടാനുകൂടി മനുഷ്യരുടെ പ്രതിനിധികളല്ലേ ഇവരൊക്കെ? അല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശബരിമലയാകുമ്പോൾ അവിടത്തേക്ക് സ്പെഷ്യൽ ബസ്സുകൾ വിടാറുണ്ടോ ഇല്ലയോ? ഇപ്പോഴും വിട്ടിട്ടുണ്ടല്ലോ. അതിലൊരു മാറ്റവും പിണറായി സർക്കാർ വരുത്തിയിട്ടില്ലല്ലോ. അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങളിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ സർക്കാരിനുണ്ട്. അതിൽ ഏത് സർക്കാരിനാണ് മാറി നിൽക്കേണ്ടി വരിക? അയോധ്യയിൽ ലക്ഷക്കണക്കിന് പേര് എത്തുകയാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം, അവർക്ക് വാഹനങ്ങൾ ഉണ്ടാകണം, ട്രെയിനുകൾ ഉണ്ടാകണം, വിമാനങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടത് ഒരു സർക്കാരിന്റെ കടമ തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ആളുകളെ ഫ്രീ ആയി അവിടേക്ക് എത്തിക്കാമെന്ന് വാഗ്ദാനം നൽകി 2 ദിവസം ഇത്ര പേരെ എത്തിക്കണം ഒരു സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BJP-യുടെ ഘടകം എന്ന കണക്കുകൾ കൂട്ടി ആളുകളെ എത്തിക്കുന്നതും രണ്ടല്ലേ വിഷ്ണു? അല്ല, BJP-യുടെ എന്ത് തീരുമാനിക്കും എന്നുള്ളത് BJP-യുടെ ആഭ്യന്തര കാര്യമാണ്. ഇതിൽ മറ്റാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്. ബാബരി മസ്ജിദ് തകർത്തത് ആരാണെന്നുള്ളത് നമുക്കറിയാം. ബാബരി മസ്ജിദ് തകർക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നത്, അത് ബാബരി മസ്ജിദ് തകർത്തിയിടത്ത് ഇന്നൊരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ വിഷ്ണു ആദ്യം പറഞ്ഞതുപോലെ അത് BJP-യുടെ പ്രകടന പത്രികയിലുള്ള കാര്യമായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ വാഹകനാകുമ്പോഴാണ് പ്രശ്നം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു മതത്തിന്റെയും വാഹകനല്ല. അദ്ദേഹം ഈ രാജ്യത്തെ പൗരനാണ്. അദ്ദേഹം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾ എന്താണ് പോസിറ്റീവായിട്ട് സംസാരിക്കരുന്നത്? അന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ ക്രിസ്മസ് ആഘോഷത്തെ പോലും മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെട്ടവരാണ്. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു, ഇപ്പോൾ അയോധ്യയിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു മതവിശ്വാസിയാണ്. ആഘോഷം ക്രിസ്ത്യൻ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അവർക്കൊപ്പം പ്രധാനമന്ത്രി ചേർന്ന് നിന്നു എന്ന് വരുത്തി തീർക്കാനാണ് വിഷ്ണു ശ്രമിക്കുന്നതെങ്കിൽ മണിപ്പൂരിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ, BJP സർക്കാർ സ്വീകരിച്ചതെന്ന് കൂടി വിഷ്ണു വ്യക്തമാക്കണം. അതിന് പിന്നാലെയാണ് മണിപ്പൂരിലെ ഉണങ്ങാത്ത മുറിവിനും ചോരയ്ക്കും കണ്ണീരിനും മുകളിലാണ് അതിന് പൊടിമറിയിടാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്ന് വിളിച്ചു ചേർത്തത്. അതിനെ ദുഷ്ടലാക്ക് ചോദ്യം ചെയ്യും വിഷ്ണു. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. CPM എല്ലാ കാലഘട്ടത്തിലും എല്ലാവരോടും ദുഷ്ടലാക്കുണ്ട്. കാരണം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ഒത്തുപോകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ BJP-ക്ക് ഇന്ന് 45 ക്രിസ്ത്യൻ MLA-മാർ ഈ രാജ്യത്തുണ്ട്. എന്തേ CPM-ന് എത്ര ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട MLA-മാരുണ്ട്? ഞങ്ങളുമായി യോജിച്ച് പോകാതിരുന്ന മുൻകാലങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായും പരമായി ഞങ്ങൾ കൈകോർത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരുമായി യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും യോജിച്ചു കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൽ CPM-ന് ഇത്ര അസന്തുഷ്ടി എന്തുകൊണ്ടാണ്? കാരണം അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ വലിയ പിന്തുണ ലഭിക്കുന്നില്ല. BJP-യെ വർഗീയതയുടെ പേര് പറഞ്ഞ് മാറ്റി നിർത്തിയ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണ സാറേ, ജനങ്ങൾ BJP-യോട് അടുക്കുകയാണ്. ആ അടുക്കുന്നതിൻ്റെ അസ്വസ്ഥയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങു വരെയുള്ള CPM-ന്റെ നേതാക്കൾക്ക് ഉണ്ടാകുന്നത്. ഇതെല്ലാം അന്തരീക്ഷ
അന്തരീക്ഷത്തിലുള്ള എതിർപ്പുകളേ ഉള്ളൂ. നിങ്ങളുടെ അയോധ്യയിലേക്കുള്ള എല്ലാ എതിർപ്പുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. BJPയുടെ നേതാക്കന്മാർ ഒരുപാട് ആളുകളെ കൂട്ടി അയോധ്യയിലേക്ക് പോകും. ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഞങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൂട്ടി ഞങ്ങൾ അയോധ്യയിലേക്ക് പോകുന്നത് തടയാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്. അതിൽ CPM ഇത്രയും നൊമ്പരപ്പെട്ടതിന് യാതൊരു അടിസ്ഥാനവും. ശരി, എല്ലാ മതവിഭാഗങ്ങളും ചേർത്ത് നിർത്തുന്ന BJP ഇതേ അയോധ്യ പ്രതിഷ്ഠാ ദിനത്തിലാണ് മധ്യപ്രദേശിലെ ഒരു ക്രൈസ്തവ പള്ളി തകർത്ത് അതിനു മേളിൽ കാവിക്കൊടി കെട്ടിയത്. ഒന്നല്ല, ഒന്നിലധികമുണ്ട്.